വനിതാ കർഷക വർഷം 2026 എന്നുള്ളത് മാറ്റി ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രഖ്യാപനം ഏറ്റെടുത്ത് ഈ വർഷം മുതൽ 5 വർഷം നീളുന്നതായ വനിതാ കർഷക പദ്ധതിക്ക് പ്രത്യേകം കൃഷി വകുപ്പ് നേതൃത്വം കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സക്സസ്ഫുൾ ആയിട്ടുള്ള വനിതാ കർഷകരെ കാർഷിക മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള വനിതകളെ അവർക്കാവശ്യമുള്ള ടെക്നിക്കൽ സപ്പോർട്ടും അനുബന്ധ മേഖലകളിലുള്ളതായ കോർപ്പസ് ഫണ്ട് എത്തിക്കാനുള്ള നടപടികളും അവർക്കുള്ള ട്രെയിനിങ് വർക്ക്ഷോപ്പുകളും തുടങ്ങി ഒരു സമഗ്രമായിട്ടുള്ള പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നത്. മറ്റൊരു സുപ്രധാനമായ പദ്ധതി ഇന്നലെ ആരംഭിച്ചതാണ്. കതിർ എന്നാണ് അതിൻ്റെ പേര്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഷംസുദ്ദീനും ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോണും കൃഷി വകുപ്പിൻ്റെ ആ പരിപാടിയിൽ മുഖ്യമന്ത്രിയോടൊപ്പം സംബന്ധിച്ചിരുന്നു. കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും ഇപ്പോൾ ചെറുപ്പക്കാർ കാർഷിക മേഖലയിൽ നിന്ന് പുറകോട്ട് പോയി. അവർ മറ്റു മേഖലകളെ കൂടുതൽ ആശ്രയിക്കുന്നു. പക്ഷേ അതിൽ വ്യത്യസ്തമായിട്ടുള്ള വിജയകരമായിട്ടുള്ള ഒരുപാട് മോഡൽസ് നമ്മുടെ മുമ്പുണ്ട്. അഗ്രിടെക് ഇൻഡസ്ട്രീസ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്സും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാർ ഇതിലേക്ക് കൊണ്ടുവരാൻ മെൻ്റലി ഫിസിക്കലി അവരെ ഇതിലേക്ക് കണക്ട് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കാൻ ഒരു കാർഷിക സംസ്കാരമുള്ളതായിരിക്കുന്ന ഒരു യുവതയെ വളർത്തിയെടുക്കാനുള്ള യജ്ഞത്തിൻ്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും കൃഷിയുടെ ക്ലബ്ബുകൾ ആരംഭിക്കാൻ തീരുമാനമെടുത്തു. കൃഷി വകുപ്പ് അതിൻ്റെ നോട്ട് തയ്യാറാക്കി വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തി, ഉദ്യോഗസ്ഥ തലത്തിലുള്ള മീറ്റിങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തു. അതിനുശേഷം ആ പദ്ധതിയുടെ കതിർ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം ഇന്നലെ നടന്നു. എല്ലാ സ്കൂളുകളിലും ഈ ക്ലബിന് ഒരു നോഡൽ ടീച്ചർമാരെ വയ്ക്കും. അതിൻ്റെ നടപടികളും മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ കൂടെ ഈ പദ്ധതിയുടെ ഭാഗമായി ഓരോ സ്കൂളുകളിലും ഈ പദ്ധതിയെ ബാക്ക് ചെയ്യാനുള്ള ഒരു കമ്മിറ്റി പ്രവർത്തിക്കും. അതിൽ PTA, നോഡൽ ടീച്ചർ, കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കർഷകർ തുടങ്ങിയതായിരിക്കുന്ന ഒരു കമ്മിറ്റി ഈ കുട്ടികളെ ഈ കാര്യത്തിൽ ബാക്ക് ചെയ്യും. സ്കൂളുകളിൽ സ്ഥലമുണ്ടെങ്കിൽ അവിടെ, അതല്ല ഈ കമ്മിറ്റി ഒരു സ്ഥലം കണ്ടെത്തി നൽകാനുള്ള നടപടികൾ, അതിൽ സാമ്പത്തികമായിട്ടുള്ള സൗകര്യവും ആ വിദ്യാർത്ഥികൾക്കുള്ള അനുബന്ധമായിട്ടുള്ള ട്രെയിനിങ് വർക്ക്ഷോപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ടെക്നിക്കൽ എക്സ്പേർട്ടിനെ അതുമായി കണക്ട് ചെയ്യാനുള്ള നടപടികൾ ഉൾപ്പെടെ അതിവിപുലമായിട്ടുള്ള ഒരു കാർഷിക സംസ്കാരമുള്ള യുവതയെ വാർത്തെടുക്കാനുള്ള പ്രോസസ്സിന് തുടക്കം കുറിച്ചു. അതിൽ അടുത്ത ഘട്ട മീറ്റിംഗ് ഉടനെ നടക്കുമ്പോൾ കുട്ടികൾക്ക് വെയിറ്റേജ് ഉൾപ്പെടെ മാർക്ക് വെയിറ്റേജ് ഉൾപ്പെടെയുള്ള കാര്യം എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിനോട് ആലോചിക്കാൻ വേണ്ടി നമ്മുടെ താല്പര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ചില സ്കൂളുകളിൽ പരിമിതമായി ഈ കൃഷി നടക്കുന്നുണ്ട്, നന്നായി നടക്കുന്നുണ്ട്. പക്ഷെ സാർവത്രികമായി ഇത് ലോഞ്ച് ചെയ്ത് എല്ലായിടത്തും മുന്നോട്ട് പോയാൽ, ഇന്നലെ തിരുവനന്തപുരത്ത് ഈ പരിപാടിയിൽ 5 സ്കൂളുകളിലെ കുട്ടികളും അധ്യാപകരും തിരുവനന്തപുരത്ത് ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. സാർവത്രികമായി ഇത് ക്രമീകരിച്ച് മുന്നോട്ട് പോയാൽ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച്, ആ കുട്ടികൾ, സ്കൂൾ, അതിലൂടെ അവരുടെ വീടുകൾ, അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ യജ്ഞത്തിലേക്കുള്ള ചവിട്ടുപടിയായി കതിർ പദ്ധതി മാറും എന്നുള്ളതാണ് പൂർണ്ണ പ്രതീക്ഷ. കതിരിൽ മാത്രം ഒതുങ്ങില്ല. വനിത പ്ലസ് വിദ്യാർത്ഥികൾ, ഇനി കുടുംബശ്രീ റെസിഡൻസ് ഉൾപ്പെടെയുള്ള ഏതെല്ലാം മേഖലകളിലേക്ക് ഇതിനെ ബ്രിഡ്ജ് ചെയ്യാമോ, കാർഷിക മേഖലയെ ബ്രിഡ്ജ് ചെയ്യാമോ, ആ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കും.
കേരളത്തിൽ കൃഷി ചെയ്യാത്തതായിട്ടുള്ള ഇടങ്ങളും തരിശായി കിടക്കുന്നതായിരിക്കുന്ന ഇടങ്ങളും ഉണ്ടാവരുത്. ഉപയോഗപ്പെടുത്താവുന്ന എല്ലാ മേഖലകളും കാർഷിക മേഖലയിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓണത്തിനൊരുങ്ങാം വിളവിൻ്റെ വിസ്മയം എന്ന നാമധേയത്തിൽ പച്ചക്കറി, പുഷ്പകൃഷി തുടങ്ങിയതായിരിക്കുന്ന പദ്ധതികളുടെ ഒരു തുടക്കവും ഇന്നലെ ആരംഭിക്കുകയുണ്ടായി. ഇതിൻ്റെ മിഷനും പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുക. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതലാണ് മലയാളികൾക്കിടയിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു സംശയവുമില്ല, ഭക്ഷണമാണ് പ്രശ്നം. അതിലൊരു ഭാഗം നമ്മുടെ പച്ചക്കറിയാണ്. ഇത് ഹോംസ്റ്റെഡ് അഗ്രികൾച്ചറൽ ഫാമിംഗ് ഉൾപ്പെടെ മട്ടുപ്പാവിലെ കൃഷി മുതൽ മുറ്റത്തെ കൃഷി മുതൽ പറമ്പിലെ കൃഷി മുതൽ തരിശു നിലങ്ങൾ, സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനം, മറ്റുള്ള സ്ഥാപനങ്ങൾ, വ്യാപാരികൾ, കുടുംബശ്രീ ഇതെല്ലാം ബ്രിഡ്ജ് ചെയ്ത് ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി നമുക്കൊരു വലിയ മാറ്റം ഈ കാര്യത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പ്രോജക്റ്റ് വൈസ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. മണ്ണിൻ്റെ ഘടന, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങളെ നേരിടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കൃഷി വകുപ്പും കർഷകരും. അതിൽ മണ്ണിൻ്റെ ഘടന വരെ മാറുന്നുണ്ട്. കേരളത്തിൽ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള കർഷകൻ്റെ മണ്ണ് പരിശോധന സമ്പൂർണ്ണമായി നടന്ന് അതിൽ മണ്ണിൻ്റെ ഘടന പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനുള്ള ഒരു പ്രവർത്തനം ഇതുവരെ നടന്നിട്ടില്ല. ചിലയിടത്ത് പരിശോധിക്കും, ചിലയിടത്ത് പരിശോധിക്കില്ല, അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു സമ്പൂർണ്ണ സോയിൽ ടെസ്റ്റിംഗ് രജിസ്റ്റർ കർഷകൻ്റെത് സമ്പൂർണ്ണമാക്കാനുള്ള എല്ലാ ലാബുകളെയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ ഈ കാര്യം കൊണ്ടുവരികയും ചെയ്തു. അതിനുവേണ്ടിയുള്ള നടപടികളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മിഷൻസ്, ഇവ ബഡ്ജറ്റിലേക്ക് നമ്മൾ കുറേ പുതിയ പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. ആ പുതിയ പദ്ധതികൾ അംഗീകരിക്കപ്പെടുന്നതോടുകൂടി അതിൽ പുതിയ പദ്ധതികൾ പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ടാണ്. ഇതുവരെ നമ്മൾ ചെയ്യാത്തതായ കുറേ മേഖലകളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. കാർഷിക മേഖലയിലെ AI ടെക്നോളജി ഉൾപ്പെടെ വിജ്ഞാന വ്യാപനം കാർഷിക മേഖലയിലേക്ക് കൃത്യമായി കണക്ട് ചെയ്യാൻ ആവശ്യമായ നടപടികൾ, ടെക്നോളജി ബ്രിഡ്ജ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ, ചെറിയ ഇടത്തിൽ കൂടുതൽ ഫലം കിട്ടുന്നതായിട്ടുള്ള കാർഷിക വിളകൾ, നമ്മുടെ ട്രോപ്പിക്കൽ റീജിയൻസിൽ മലയോര മേഖലയിൽ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സൗകര്യങ്ങളെ ക്രമീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ, ഇതെല്ലാം തന്നെ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സമീപനങ്ങളായി കൊണ്ടുവരിക. മണ്ണിൽ കർഷകനെ നിലനിർത്താനുള്ള വലിയ നടപടികളും പ്രവർത്തനങ്ങളും ഉണ്ടാകും. ആ മുന്നോട്ടുള്ളതായിരിക്കുന്ന പ്രയാണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണം എന്നുള്ളത് പറയുന്നു. വകുപ്പിനെ, കൃഷി വകുപ്പിൽ അഗ്രി ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. മാർക്കറ്റിംഗ് ഡിവിഷൻ ഇതുവരെ ഇല്ല. അതൊരു പ്രധാന പ്രശ്നമാണ്. അതിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ബിസിനസ്, അഗ്രി ബിസിനസ് മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ ആരംഭിക്കും. ആ ഡിവിഷൻ കർഷകരുടെ വിളകൾ കൃത്യതയോടുകൂടി ലോക്കൽ മാർക്കറ്റുകളും ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിലേക്കും കണക്ട് ചെയ്യാനുള്ള ബ്രിഡ്ജായി ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഭാഗം പ്രവർത്തിക്കും. അതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടി കൃഷി വകുപ്പിന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ പ്രോസസ്സാണ്, പെട്ടെന്ന് പറയാൻ എളുപ്പമാണ്. അതിൻ്റെ ഭാഗമായി എക്സ്പോർട്ടേഴ്സുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന മീറ്റിംഗ് ഞാൻ തന്നെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞു. അവരും
ഉദ്യോഗസ്ഥരും തമ്മിലുള്ള മീറ്റിംഗ് അടുത്ത ഘട്ടം. അത് കഴിഞ്ഞ് കർഷകർക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്കും സർട്ടിഫിക്കേഷൻസിലേക്കും കേരളത്തിലെ കർഷകരെ ബ്രിഡ്ജ് ചെയ്യാനുള്ള മൂവ്മെൻറ്റ്, അതാണ് അടുത്തത്. ആ പ്രവർത്തനങ്ങൾ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതിയാണ്. അതും ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. പ്രാഥമികമായി ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഈ മൂവ്മെൻറ്റിലൊക്കെ നിങ്ങളുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകണമെന്നുള്ളത് പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ, വന്യമൃഗശല്യത്തിൻ്റെ, പ്രകൃതിക്ഷോഭങ്ങളുടെ, വില സ്ഥിരതയില്ലാത്തതിൻ്റെ, MSP കുറവിൻ്റെ, അതുപോലെ വിളനാശം യഥാസമയം ലഭ്യമാകാത്തതിൻ്റെ, അങ്ങനെ തുടങ്ങി മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ് ഉൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾ കർഷകർ നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനുള്ളതായിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള മെക്കാനിസത്തിലേക്കും കടക്കുകയാണ്. രാജ പറയാം. ഒന്ന്, നെല്ല് സംഭരണം പ്രഥമ ക്യാബിനറ്റ് യോഗത്തിൽ ഞാൻ തന്നെ കൃഷിമന്ത്രി എന്ന രീതിയിൽ ക്യാബിനറ്റ് യോഗത്തിൽ ഈ നെല്ല് സംഭരണത്തിൻ്റെ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അവിടെ വെച്ചുകൊണ്ടൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചു. ആ സബ് കമ്മിറ്റിയിൽ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മിനിസ്റ്ററും സഹകരണ വകുപ്പ് മന്ത്രിയും രണ്ടുപേരും ഉണ്ടായിരുന്നു. ശ്രീ അനൂപ് ജേക്കബും ശ്രീ M. ലിജുവും. തൊട്ടടുത്ത ദിവസം ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്നു ഉദ്യോഗസ്ഥന്മാരോടൊപ്പം, 3 ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ. ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ആണ് 13 ജില്ലകളിലെ നെല്ല് സംഭരണത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് പാലക്കാട് ജില്ലയിൽ സഹകരണ സംഘങ്ങളെ ഇതുമായി കണക്ട് ചെയ്തു. അവിടെ പാക്സ് ആയിരുന്നു അവിടുത്തെ സംഭരണത്തിൻ്റെ PRS ഇഷ്യൂ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അവിടെ വെച്ചു, ആ മീറ്റിങ്ങിൽ വെച്ചുകൊണ്ട് മൺസൂൺ വരുന്നതിന് മുമ്പ് സമ്പൂർണ്ണമായിട്ടുള്ള സംഭരണം പൂർത്തിയാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം കൊടുത്തു. കൃഷി വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ എൻ്റെ ഓഫീസിൽ ഓരോ ദിവസത്തെ ഇതിൻ്റെ അപ്ഡേഷൻ നടക്കുകയാണ്. ഇനി സംഭരിക്കാനുള്ളത് വളരെ പരിമിതമായിട്ടുള്ള നെല്ലുകൾ മാത്രമാണ്. 2, PRS ഇഷ്യൂ ചെയ്യുന്നതിലുള്ളതായ പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്തു. മുഴുവൻ കർഷകർക്കും PRS ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു. അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, PRS ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള വെരിഫിക്കേഷനാണ്. ആ വെരിഫിക്കേഷൻ നടപടികളിലുള്ള കാലതാമസം ഒഴിവാക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരിട്ടത് 2 പ്രശ്നമാണ്. ഒന്ന്, കനറ ബാങ്കിൻ്റെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും എഗ്രിമെൻ്റ് കാലാവധി മാർച്ച് 31 അവസാനിച്ചു. രണ്ടാമത്തെ പ്രശ്നം, പാലക്കാട് ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ സഹകരണ സംഘങ്ങളിലൂടെയുള്ള നെല്ല് സംഭരണം. അതിൽ സഹകരണ സംഘങ്ങൾ മുഴുവൻ ആ മൂവ്മെൻറ്റിലേക്ക് വരാതെ വിഡ്രോ ചെയ്യുന്നതായ സാഹചര്യം. കേരള ബാങ്കിന് പണം കൊടുക്കുന്നതിൽ വന്നതായിരിക്കുന്ന പരിമിതികൾ, അതിന് ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി വേണം എന്നുള്ള ഡിമാൻഡ്. അപ്പോൾ അങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാൻ നിയമപരമായി ഗവൺമെൻറ് കഴിയാത്തതായ സാഹചര്യം ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. 2ാം ഘട്ടം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ യോഗം ചേർന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 5 ദിവസം മുമ്പ് നടന്നതായിരിക്കുന്ന യോഗത്തിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരും സിവിൽ സപ്ലൈസ്, അഗ്രികൾച്ചർ, സഹകരണം എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾ 3 മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടെ ഇരുന്നു. ആ മീറ്റിങ്ങിൽ വെച്ചുകൊണ്ട് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. ഒന്ന്, കനറ ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കരാർ അത് പുതുക്കി. 2, പാലക്കാട് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയതായ പാക്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നെല്ല് സംഭരണത്തിൽ നിന്ന് ഒഴിവാക്കി. കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ്, സപ്ലൈകോ മുഖാന്തരമാണ് ഇതിൻ്റെ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ബാങ്ക് പണം കൊടുത്തതായ ബാങ്കുകൾക്ക് പണം കൊടുക്കാനുള്ള നടപടികൾ അത് സ്വീകരിച്ചു. മുഴുവൻ കർഷകർക്കും കൊടുക്കാനുള്ള പണം നൽകാനുള്ള നടപടികൾക്കും നേതൃത്വം കൊടുത്തു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പ്രശ്നം പരിഹരിക്കുന്നതിന് നേതൃത്വം കൊടുത്തു. പണം അവരുടെ കയ്യിലേക്ക് പോവുകയാണ്.
എങ്ങനെ? മില്ലുകളാണ് സംഭരിക്കുന്നത്. ഇവർ ഇതിൻ്റെ PRS ഇഷ്യൂ, പണം കൊടുക്കൽ, ഈ കാര്യങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ബാങ്കുകൾ നിൽക്കുന്നത്. അപ്പോൾ അതിൽ സ്വകാര്യ മില്ലുകൾ കേരളത്തിൽ നെല്ല് സംഭരിക്കുന്നുണ്ട്. അപ്പം നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നെല്ല് സംഭരിക്കുന്ന സമയത്ത് ഇവർ കിഴിവ് ആവശ്യപ്പെടുകയാണ്. അത് ഈർപ്പത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. ആ കിഴിവ് നേരത്തെ കിഴിവില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കിഴിവ് കർഷകനുള്ള നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് കർഷകർ ചോദിക്കുന്ന, മില്ലുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു ക്രൂഷ്യൽ പ്രശ്നം. അത് ഞങ്ങൾ മില്ലുടമകളുമായി സംസാരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ ആ കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുക്കും. ശതമാനക്കണക്കിന് അവർ 3% പറയുന്നുണ്ട്. ഏറ്റവും നല്ല ഹോട്ട് സ്ഥലമുള്ളതായിരിക്കുന്ന പാലക്കാട് വരെ ഡിസ്കൗണ്ട് മില്ലുകൾ ഡിമാൻഡ് ചെയ്യുകയാണ്. ഈ ഡിമാൻഡിൽ തീരുമാനമാകാതെ വരുമ്പോൾ സംഭരണം വൈകുകയാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. അതിൽ പരമാവധി പ്രശ്നങ്ങൾ തീർത്തു. ഇനി അത് ശാശ്വതമായി പരിഹരിക്കാൻ ആവശ്യമായ ഒരു മെക്കാനിസം ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏതാ? ജീവനക്കാരുടെ PRS ഇഷ്യൂ, അതിൻ്റെ വെരിഫിക്കേഷൻ, അതിൻ്റെ സംഭരണം, അതിൻ്റെ ലോഡിങ് അൺലോഡിങ്, അതിൻ്റെ ട്രാഫിക്കിംഗ്, ഈ കാര്യത്തിലൊക്കെയുള്ള ഒരു പൊതുവായിട്ടുള്ള ചെറിയതായിരിക്കുന്ന ഒരു ഡിലേ ഉണ്ടാവും. അതല്ലാതെ ഒരു ഗുരുതരമായിട്ടുള്ള ഡിലേ ഇപ്പോൾ നിലവിലില്ല. നന്നായി നടക്കുന്നു. ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബഡ്ജറ്റിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ആവിഷ്കരിച്ച് കൊടുത്തിട്ടുണ്ട്. കോൾഡ് സ്റ്റോറേജിൻ്റെ ഒരു ചെയിൻ ഉണ്ടാവുകയും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ കർഷകർ കണക്ട് ചെയ്യപ്പെടുകയും കൃത്യമായി ചെയ്താൽ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയാം. സിയാൽ കഴിഞ്ഞാൽ കേരളത്തിൽ സിയാലിൻ്റെ തൊട്ടു താഴെ ഏറ്റവും കൂടുതൽ സ്പൈസസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എക്സ്പോർട്ട് നടക്കുന്നൊരിടം കരിപ്പൂർ എയർപോർട്ടാണ്. സിയാലിൻ്റെ തൊട്ടു താഴെ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സും ഫ്രൂട്ട്സും സ്പൈസസും ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലത് റിട്ടേൺ ആവുന്നുണ്ട്. ഈ റിട്ടേൺ ആവുന്നതിന് 2 ഇഷ്യൂ ആണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എപ്പോഴും പെരിഷബിളാണ്. അത് പെട്ടെന്ന് അഴുക്കാവും, സമയത്തിന് എത്തേണ്ടതുണ്ട്. രണ്ടാമത്തത്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് ഇത് ബ്രിഡ്ജ് ചെയ്യപ്പെടുന്നില്ല. അതിൽ കോൾഡ് സ്റ്റോറേജ് വരും, അതിൽ ട്രാൻസ്പോർട്ടേഷൻ വരും, അതിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മുടെ വിളകളെയും കർഷകരെയും ഉയർത്താനുള്ള നടപടി വരും. ഇതിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അഗ്രി മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൃഷി വകുപ്പിൽ തുടക്കം കുറിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഭാഗമായി ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് കടന്നു വരും. ഞാൻ കഴിഞ്ഞ ദിവസം സ്ഥലം MLA ശ്രീ ജയന്ത് എന്നോട് ഈ വിഷയം സൂചിപ്പിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന മുഴുവൻ വിശദാംശങ്ങളും ലഭ്യമാക്കി റിപ്പോർട്ട് തരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ അത് പരിശോധിച്ച് ബാക്കിയുള്ള നടപടികൾ എടുക്കും. എങ്ങനെ? മരം മുറിച്ച് പ്രതിഷേധം. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൃഷിയും പരിസ്ഥിതിയും വളരെ അഭേദ്യമായി കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഒന്ന്, കർഷകൻ ചെയ്യുന്ന പ്രവർത്തനം, കൃഷി, അത് കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധമാണ്. അത് മണ്ണിന് കുടപിടിക്കലാണ്. അത് മണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷണമാണ്, പ്രകൃതി സംരക്ഷണമാണ്. കർഷകൻ പരിസ്ഥിതി വിരുദ്ധനാണ് എന്നുള്ളതായ ഒരു കൺസെപ്റ്റ് കഴിഞ്ഞ കുറേ കാലമായുള്ള സംസാരങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ കാട് മോശമാക്കുന്നവർ, കാടിലേക്ക് കയറുന്നവർ,
കയ്യേറ്റക്കാർ, അങ്ങനെ തുടങ്ങി പല രീതിയിലുള്ള സമീപനങ്ങളിലേക്ക് അവരെ വെറുതെ തെറ്റായി കൊണ്ടുവരാനുള്ള ഒരു സംസാരത്തിനും പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഷേധമാണ്. യഥാർത്ഥത്തിൽ കർഷകർ പരിസ്ഥിതിയുടെ സംരക്ഷകന്മാരാണ്, അവർ മണ്ണിൻ്റെ സംരക്ഷകന്മാരാണ്. ഇപ്പോൾ ഫലവൃക്ഷ തൈ നട്ടുപിടിപ്പിക്കൽ ഞങ്ങൾ ഇന്നലെ ആരംഭിച്ചു. അതൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അത് ഭൂമിക്ക് കുടപിടിക്കലാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകനും കൃഷിയും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവനെ കയ്യേറ്റക്കാരനായും അവനെ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്ന ആളുകളാണ്, ഈ പ്രകൃതിക്ഷോഭങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് കർഷകൻ്റെ പെരുമാറ്റത്തിലൂടെയാണെന്ന് പറഞ്ഞ് അവരെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് ഇവിടെ നേതൃത്വം കൊടുത്തു. അത് ശരിയല്ല. അതിൻ്റെയൊക്കെ വൈകാരികതയാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ അതിലെ ഒരു എക്സാമ്പിൾ പറയാം. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കൊടുക്കാനുള്ള പണം, കർഷകർക്ക് കൊടുക്കാനുള്ള പണം 2021 മുതൽ പെൻഡിങ്ങാണ്. അപ്പം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ മേഖലയ്ക്ക് കൊടുക്കാനുള്ള പണം 780 കോടിയാണ്. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടാനുള്ളത് 2000 കോടി രൂപയ്ക്കടുത്താണ്. അങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ അതൊക്കെ കവർ ചെയ്തു പോകാൻ ആവശ്യമായ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് മെക്കാനിസം ആരംഭിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.